സിനിമാ തിയേറ്റർ എന്ന് ഓർക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു മുഖം പോപ്കോണിൻ്റെതാണ്. സിനിമാ തിയേറ്ററുകൾ മുതൽ വീട്ടിലിരിക്കുമ്പോൾ വരെ പോപ്കോൺ തിന്നുന്നവരാണ് മലയാളികൾ എന്നോർക്കണം. മറ്റ് ഫ്ലേവറുകൾ ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു കലോറി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നുകൂടിയാണ് ചോളം. ഇത് ഒരു ബിസിനസ്സായി ആലോചിച്ചാലോ? വെറുതെ ഇരിക്കുന്ന സമയത്തോ അധിക വരുമാനമായോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ബിസിനസ്സായോ ഒക്കെ പോപ്കോൺ ബിസിനസ്സിനെ കാണാവുന്നതാണ്. ഒരു തവണ കുറച്ച് മെഷീനറികൾ വാങ്ങിക്കുന്ന ചെലവൊഴിച്ചാൽ പോപ്കോണിന് പിന്നീട് പുതിയ ചിലവുകളോ അതിൽ കൂടുതൽ റിസ്കുകളോ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. വലിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമില്ലാത്ത ഒഴിവ് സമയം ഉള്ളവർക്ക് ചെയ്യാവുന്ന എളുപ്പമുള്ള ഒരു ബിസിനസ്സാണ് പോപ്കോൺ ബിസിനസ്. അപ്പോൾ പോപ്കോൺ ബിസിനസ് വിപണിയെക്കുറിച്ചും ഇതിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. വിപണി നേരത്തെ പറഞ്ഞതുപോലെ അതിവിപുലമായ വിപണിയാണ് ഇന്ന് പോപ്കോണിന് ഉള്ളത്. പണ്ടൊക്കെ പൂരപ്പറമ്പുകളിലും സിനിമാ തിയേറ്ററുകളിലും മാത്രം കണ്ടുവന്നിരുന്ന പോപ്കോൺ ഇന്ന് നമ്മുടെ വളരെ സാധാരണമായ ഒരു സ്നാക്ക് ആയി കഴിഞ്ഞു. ഇപ്പോഴതിന് ഇന്ന സീസൺ എന്നോ ഇന്ന സ്ഥലത്ത് മാത്രമേ വാങ്ങാൻ കിട്ടൂ എന്നൊന്നുമില്ല. നാട്ടിൻ പുറത്തെ ബേക്കറികളിലും പാർക്കുകളിലും ആളുകൾ കൂടുന്ന എല്ലായിടത്തും പോപ്കോൺ സജീവമായി കഴിഞ്ഞു. വളരെ കുറഞ്ഞ വിലയാണ് പോപ്കോണിന്റെ മറ്റൊരു ആകർഷണം. അതുപോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത ഫ്ലേവറുകളിൽ ഉണ്ടാക്കി നൽകിയാൽ പോപ്കോൺ ബിസിനസ്സിൽ നിന്ന് നന്നായി വരുമാനം ഉണ്ടാക്കാം. ചെറിയ പാക്കറ്റുകളിലോ അല്ലെങ്കിൽ ബോക്സുകളിലോ വിപണനം നടത്താം. അധിക ഗുണങ്ങൾ: 2 മാസം വരെ കേടാകാതെ ഇരിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് പോപ്കോൺ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മേന്മയും. സിനിമാ തിയേറ്ററുകളിലും മറ്റും നല്ല പാക്കിങ്ങോടെ എക്സ്പയറി ഡേറ്റോട് കൂടി ചേർത്ത് നൽകിയാൽ പോപ്കോൺ കച്ചവടം പൊടിപിടിക്കാം. നിലവിൽ കാരമൽ, ചീസ്, ബട്ടർ, ടൊമാറ്റോ എന്നീ ഫ്ലേവറുകളിലാണ് പോപ്കോൺ കച്ചവടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ ഇതിലും വ്യത്യസ്തമായ ഫ്ലേവറുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കായാൽ അത് വലിയൊരു മുതൽക്കൂട്ടാകും. ട്രാൻസ്പെറന്റ് കപ്പുകളിൽ വിൽക്കുന്ന പോപ്കോണുകൾക്ക് വിപണിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ബ്രാൻഡുകളിലൊന്നും അങ്ങനെ നിറഞ്ഞു നിൽക്കാത്ത ഒരു വിപണിയുണ്ട് പോപ്കോണിന്. നിർമ്മാണ രീതി: പോപ്കോൺ യന്ത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ചേർക്കണം. വേണമെങ്കിൽ മസാലയും ചേർക്കാം. മെഷീൻ ഓൺ ആക്കി എണ്ണ ആവശ്യത്തിന് ചൂടായി കഴിയുമ്പോൾ അതിൽ ചോളം നിറയ്ക്കുക. നിങ്ങളുടെ മെഷീനിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ചോളം നിറയ്ക്കേണ്ടത്. ഏതാണ്ട് 5-10 മിനിറ്റിനുള്ളിൽ ചോളം മലരായി മാറും. അടുത്തത് ബ്ലെൻഡിംഗ് മെഷീനിൽ ഏത് ഫ്ലേവർ ആണോ വേണ്ടത് അത് ചേർക്കുക. പ്ലെയിൻ പോപ്കോൺ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫ്ലേവറുകളൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. ഫ്ലേവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കപ്പുകളിലാണ് നിങ്ങൾ വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോപ്കോൺ കപ്പുകളിൽ നിറച്ച് മുകൾ ഭാഗം വായു ഒട്ടും കടക്കാത്ത വിധത്തിൽ പാക്ക് ചെയ്യുക. കപ്പുകളിലാണ് നിങ്ങൾ വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോപ്കോൺ കപ്പുകളിൽ നിറച്ച് മുകൾ ഭാഗം വായു ഒട്ടും കടക്കാത്ത തരത്തിൽ സീൽ ചെയ്തെടുക്കുക. വരവുകളും ചെലവുകളും വരുമാനവും വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഏതൊക്കെ ലൈസൻസുകൾ വേണമെന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ്, GST, ഉദ്യോഗ ആധാർ എന്നീ ലൈസൻസുകളാണ് പോപ്കോൺ ബിസിനസ് തുടങ്ങാൻ വേണ്ടത്. ലൈസൻസുകൾ നേടിക്കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിൽ നിന്ന് സബ്സിഡിയായി ബിസിനസ് തുടങ്ങാനുള്ള മുതൽ മുടക്ക് ലഭിക്കും. ആവശ്യപ്പെടുന്ന രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും.